അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗതം. നമ്മളെ മോനൂസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്താ പരിപാടി അറിയാം മോനൂസേ? എന്താ? സംസം സംസം വെള്ളം കുടിക്കണം അല്ലേ? സംസം വെള്ളം ആദ്യം കുടിച്ചാലോ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കുടിക്കേ? പറഞ്ഞിട്ട് കുടിക്കുക അല്ലേ? എന്താ സംസം വെള്ളത്തിൻ്റെ പ്രത്യേകത? റാഹത്ത് കിട്ടും. ഇത് എവിടെ നിന്ന് വന്ന വെള്ള കേട്ടോ? സംസത്തിന്റെ ഒരു ചെറിയ കുപ്പി കുറച്ച് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. ദുബായിന്ന് സൗദി അറേബ്യന്ന് അല്ലേ, അറബി നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മണ്ണിൽ നിന്ന്, മക്കയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ആളുകൾ കൊണ്ടുവരുന്നതാണ് അല്ലേ? ആ വെള്ളമാണ് എന്ത്? സംസം വെള്ളം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കേട്ടുക്കണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും ഇബ്രാഹിം നബീൻ്റെ ഭാര്യയായ ഹാജറ ബീവിയെയും അതേപോലെ തന്നെ മകനായ ഇസ്മായിൽ നബിയെയും കുറിച്ചുള്ള ഒരു കഥ ഉണ്ട്. എന്താ കഥ അറിയോ? അള്ളാഹു തആല ഇബ്രാഹിം നബിയോട് എന്ത് പറഞ്ഞെന്നറിയോ? പിന്നെ ഭാര്യയായ ഹാജറ ബീവിനെയും ഇസ്മായിൽ നബീനെയും വലിയൊരു മരുഭൂമിയിൽ, മോനൂസിന് മനസ്സിലാകാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് പറയാം, വലിയൊരു മരുഭൂമിയിൽ, ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന്, മക്ക കഅബേൻ്റെ ആ പരിസരം, അവിടെ ഒറ്റക്കാക്കിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ആര്? നബീനോട് ആര് പറഞ്ഞു? അള്ളാഹു തആല പറഞ്ഞു. അള്ളാഹു തആല കൽപ്പിച്ചു. അങ്ങനെ ആ കൽപ്പന കേട്ടിട്ട് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യേനെയും മോനെയും അവിടെ ആ മരുഭൂമിയിൽ ഒറ്റക്കാക്കിയിട്ട് പോയി. അപ്പോൾ ഹാജറാബി അവിടെ ഒറ്റക്കായി. കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹവും ഭയങ്കര ഒരു പരവേശമൊക്കെ വന്ന് കുറേ നേരം മരുഭൂമിയിൽ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ആർക്കായാലും ഉണ്ടാവില്ലേ? അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഹാജറ ബീവിക്ക് ഭയങ്കരമായ ദാഹം അനുഭവപ്പെട്ടു. അപ്പോൾ ഹാജറ ബീവി വേഗം സഫാക്കുന്നിൻ്റെ മുകളിലേക്ക് കയറും. എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ വെള്ളം നോക്കും, വെള്ളം കിട്ടാൻ. അപ്പോൾ ആരും കാണൂല. അപ്പം മറുവാക്കുന്നിൻ്റെ അങ്ങോട്ട് ഓടും, ആടെ പോയി നോക്കൂ, ആരെങ്കിലും വരുന്നുണ്ടോ യാത്രക്കാർ? ആരും വരുന്നില്ല. അങ്ങനെ മോനെയാണെങ്കിലോ അവിടെ മരുഭൂമിയിൽ അവിടെ കിടത്തിയിരിക്കുക നിലത്ത്. കുറച്ച് കഴിഞ്ഞ് ഹാജറ ബേബി വന്ന് നോക്കുമ്പല്ലേ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇങ്ങനെ കാല് നിലത്തിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ചെറിയ വാവയാ, നിലത്തിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇസ്മായിൽ നബി കാലിട്ട് അടിച്ച സ്ഥലത്തുനിന്ന് ഒരു വെള്ളം, ഒരു നീരുറവ ഇങ്ങനെ വന്ന്, ഒരു വെള്ളം, ഒരു ചെറിയ നീരുറവ ഇങ്ങനെ വന്ന്, ആ വെള്ളമാണ് സംസം വെള്ളം എന്ന് പറയാം. വെള്ളം ഇങ്ങ് വന്നോട്ട് ഹാജറ ബീവി മോനെ കുടിപ്പിച്ച്, ഹാജറ ബീവി കുടിച്ച്, എല്ലാവരും കുടിച്ച് നല്ല ഉഷാറായി. നോക്കും വെള്ളം നിൽക്കുന്നില്ല, വെള്ളം ഇങ്ങനെ ഒലിക്കുന്ന തന്നെ. പിന്നെ അത് പൊത്തിപ്പിടിച്ച് നോക്കി ഓട്ട, അത് അടയുന്നില്ല. ലാസ്റ്റ് ഹാജറ ബീവിൻ്റെ ഭാഷയിൽ സംസം എന്ന് പറഞ്ഞു. സംസം എന്ന് പറഞ്ഞാൽ അടങ്ങൂ, നിൽക്കൂ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അറബിയിൽ. ഇതിങ്ങനെ വെള്ളം വരുമല്ലേ, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വെള്ളത്തിന് എന്ത് പേര് വന്നത്? സംസം വെള്ളം എന്ന് പേര് വന്നത്. അപ്പോൾ ഇത് വളരെ വളരെ പ്രത്യേകത ഉള്ള വെള്ളമാണ്. ഇത് വെള്ളം കുടിച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും സാധിക്കും. മോനിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്? സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന അല്ലേ? സ്കൂളിൽ പോകുമ്പോൾ എന്താ മോൻ്റെ ലക്ഷ്യം? എന്താ ലക്ഷ്യം? അതല്ല, മോന് സ്കൂളിൽ പോകുന്ന എന്തിനാ? പഠിക്കാൻ. അപ്പം നല്ലോണം പഠിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് കുടിക്കുക. അപ്പം നല്ലോണം പഠിക്കാനാവില്ലേ? പഠിക്കാനാവും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മഹാപണ്ഡിതനാണ്. മൂപ്പര് വെള്ളം കുടിക്കുമ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എനിക്ക് നല്ല ഉപകാരപ്രദമായ ഇൽമ് തരണേന്ന്, അറിവ് തരണേന്ന് പറഞ്ഞിട്ടാണ് ആര് വെള്ളം കുടിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിക്കാറുള്ളത്. അപ്പോൾ ഈ സംസം വെള്ളം കുടിക്കുമ്പോൾ വെറുതെ കുടിച്ചാൽ പോരാ, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ആദ്യം കിബിലക്ക് നേരെ ഇരിക്കണം. കിബിലക്ക് നേരെ എങ്ങോട്ടാ? കിബിലക്ക് നേരെ? കിബില എങ്ങോട്ടാ? നമ്മൾ നിസ്കരിക്കുന്ന എങ്ങോട്ടാ? നേരെ എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ? എന്നാൽ അങ്ങോട്ട് ഇരിക്കി ഇരിച്ച് വെക്ക്. അങ്ങനെ ഇരിക്കുക. ഇത് പിടിക്ക്. ഏത് കൈ കൊണ്ടാണ് കുടിക്കുക? അതടുത്തല്ലേ? വലത് കൈ കൊണ്ട് കുടിക്കുക അല്ലേ? മൂടി തുറന്നോ. വലത് കൈ കൊണ്ട് കുടിക്കണേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടേ? കുടിക്കാനായിക്കില്ല.
കുടിക്കുമ്പോൾ എന്താ പറയുക? 3 മുറുക്കായിട്ട് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒറ്റ കുടിക്ക് ഫുള്ള് തീർക്കരുത്. ആദ്യം കുറച്ച്, പിന്നെ കുറച്ച്, പിന്നെ കുറച്ച്, അങ്ങനെ 3 തവണയായിട്ട് കുടിക്കണം. എന്നിട്ട് ലാസ്റ്റ് എന്താ പറയണോ? എന്നാ കുടിക്ക്. ബിസ്മില്ലേ 3 തവണയായിട്ട് കുടിക്ക്. 1 2 3. എന്നിട്ട് എന്താ പറയാ? അൽഹംദുലില്ലാ എന്ന് പറയാം. നല്ല മോന് കേട്ടോ. അങ്ങനെയാണ് സംസം വെള്ളം എന്താക്കേണ്ടത്? കുടിക്കേണ്ടത്. അപ്പോൾ സംസം വെള്ളത്തിൻ്റെ പ്രത്യേകത പഠിച്ചില്ലേ? ഇത് രോഗങ്ങളൊക്കെ പോകാൻ പറ്റിയ വെള്ളമാണ്. രോഗം പോകും, നമുക്ക് നല്ല ഊർജ്ജം ഉണ്ടാവും, അണുക്കളൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ വെള്ളമാണ് ഈ വെള്ളം. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന വെള്ളമൊക്കെ കീടാണുക്കളുള്ളതോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ വെള്ളം ഒരിക്കലും നിലക്കാത്ത എല്ലാ കാല ഹജ്ജാജിമാർ ചെന്നാലും അവിടെ ഉണ്ടാവും. ഇത് വറ്റിപ്പോവില്ല. സാധാരണ വേനൽക്കാലമായ വെള്ളം വറ്റിപ്പോവില്ല കിണറിലല്ലൊക്കെ അല്ലേ? സാധാരണ വേനൽക്കാലമായ എല്ലാ കിണറിലെ വെള്ളവും പറ്റും. പക്ഷേ സംസം കിണറിലെ വെള്ളം എന്താവില്ല? വറ്റിപ്പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതയുള്ള വെള്ളമാണ് എന്ത്? സംസം. അപ്പോൾ മോനൂസിന് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്. അൽ മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്തിനു വേണ്ടിയാണോ നമ്മൾ വെള്ളം കുടിക്കുന്നത് ആ കാര്യമൊക്കെ സംസം വെള്ളം കുടിച്ചാൽ നമുക്ക് നടക്കുന്നതാണ്. ഈ വിഷയം ഇപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ന് മുതൽ ഹജ്ജ് തുടങ്ങുകയാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ഹജ്ജാജിമാർ പോവുകയാണ്. അപ്പോൾ അവർ പ്രധാനമായും നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ കയ്യിൽ കരുതുന്ന വെള്ളമാണ് സംസം. ദുൽഹിജ മാസമാണ്. എല്ലാവരും ദുആ ചെയ്യുക, സംസത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് മനസ്സിലാക്കുക. എന്താ എന്നാ പറയണ്ടോ? ഇല്ലല്ലോ, എന്നാ പറയും. ഉമ്മ ദുബായ് പോയാൽ ഈ സംസം വെള്ളം കിട്ടും. ഏതുമ്മ? എൻ്റെ നാട്ടിലത്തെ ഉമ്മ. ഉമ്മ കൊണ്ടുവന്നതാ ഈ വെള്ളം? എന്നിട്ട് മോനെ എടുത്ത് വെച്ചതാ? പിന്നെ ആരെടുത്ത് വെച്ചാ? ഉമ്മച്ചി എടുത്ത് വെച്ചല്ലേ? ഞാൻ ആവശ്യം വരുമ്പോൾ കുടിക്കാൻ. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ പേരക്കൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കുറേ മുമ്പുണ്ടായ മരമാണ്, വലിയ മരമായി പേരക്ക. പക്ഷെ പേരക്കില്ല. പേരക്കല്ലേ? ഉണ്ടാവുണ്ടല്ലോ, അതാ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതാ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. വലിയതൊന്നുമില്ല. പിന്നെ നാരങ്ങ ഉണ്ടായിക്കല്ലോ. നാരങ്ങ ഇതാ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പാഷൻ ഫ്രൂട്ട് നാരങ്ങ പത്തുക്കോ? എവിടെ എവിടെ? വേഗം കാണിച്ചു കൊടുക്കുക, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കണം. നാരങ്ങ പഴുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നാരങ്ങ പഴുത്തത് നിങ്ങൾ കണ്ടില്ലേ? ഇത് കുറേ മുമ്പ് ഞാൻ നമ്മളെ ഗാർഡൻ വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചിരുന്നു. നാരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പഴുത്തു. 1-2 ഞങ്ങൾ പറിച്ചു. ഇങ്ങനെ നല്ലോണം പഴുത്തിക്കല്ലേ? അപ്പോൾ ഞങ്ങളെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വേറൊരു വിഷയമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.